നിങ്ങളൊരു ബജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആണോ കൊടൈക്കനാൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് നല്ലൊരു ഓപ്ഷനുണ്ട്. ഞങ്ങൾ 18 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പെർ ഹെഡ് ഏകദേശം 600 രൂപ വരെ ആയുള്ളൂ. ഇതൊരു പഴയൊരു വീട് ഹോം സ്റ്റേ ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ 2 എൻട്രി നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2 എൻട്രിയിലോട്ട് പോയി കഴിഞ്ഞാലും ഒരേ രീതിയിലുള്ള ലിവിങ് റൂമും ബെഡ്റൂമുകളുമായിട്ടാണ് ഇത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു എൻട്രിയിൽ 2 ബെഡ്റൂമും ഒരു അറ്റാച്ചറുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരുടെ ബെഡ്റൂമും അതിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് ബാത്റൂമും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നാനുണ്ടായ പ്രധാന കാരണം തന്നെ അവരവിടെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ കാണുന്ന ബെഡ്റൂം നമ്മൾ 2ാമത്തെ എൻട്രിയിലൂടെ കയറുമ്പോൾ കാണുന്നതാണ്. ഇവിടെയും 2 ബെഡ്റൂമും ഒരെണ്ണം അറ്റാച്ചഡുമായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും മുമ്പ് കണ്ടതുപോലെ തന്നെ വളരെ നീറ്റും ക്ലീനുമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ ശരിക്കും വരുന്നത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറി നായിഡുപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കൂടാതെ പുറത്തൊരു കോമൺ ബാത്റൂം സെറ്റപ്പ് കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ പോകാനായിട്ട് തിരക്കുള്ള സമയങ്ങളിൽ ഈ ടോയ്ലറ്റും ഈ വാഷ് ബേസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ 5ാമത്തെ ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ലിവിങ് റൂമും ഉള്ള ഒരു സെറ്റപ്പ് വരുന്നത്. ഇതും നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ ഒരേ രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു റൂം തന്നെയാണ്. അപ്പോൾ മൊത്തം ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് 5 ബെഡ്റൂമും 3 അറ്റാച്ചഡും പിന്നെ ഒരു കോമൺ ടോയ്ലറ്റുമാണ്. ഇവർ രാത്രി ഞങ്ങൾക്ക് ചെറിയൊരു ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് തന്നിരുന്നു. മ്യൂസിക് സിസ്റ്റം ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ്. കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് മ്യൂസിക് സിസ്റ്റം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കാനുള്ളൊരു അടുക്കള സെറ്റപ്പൊക്കെ അവിടെ കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഏകദേശം ഒരു 3 കാറുകൾക്കോ അല്ലെങ്കിൽ 2 മിനി ബസ്സുകൾക്കോ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കൊടൈക്കനാൽ നായിഡുപുരത്തുള്ള യാൽ ഹോം സ്റ്റേയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൊടൈക്കനാൽ പോയി താമസിക്കണം, അതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാൽ ഹോം സ്റ്റേ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം അവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാം പെരുമാറ്റങ്ങളെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു.